ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പത്തിരി ഉണ്ടല്ലോ, ബട്ടർ പത്തിരി. അതിൻ്റെ റെസിപ്പി നല്ലൊരു സൂപ്പർ ഈസി ടേസ്റ്റി ചിക്കൻ കറീൻ്റെ ഒരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ബട്ടർ പത്തിരി പിന്നെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ്, സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ്ട. അപ്പോൾ ഇതിന് വേണ്ടത് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആ അരിപ്പൊടി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടി. ആ അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്താൽ അതേ സെയിം കപ്പിന് തന്നെ 2 കപ്പ് മൈദപ്പൊടിയും കൂടി എടുക്കണം കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ മൈദപ്പൊടി അരിപ്പൊടിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം, ഇന്ന ബ്രാൻഡിനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഇതേമാതിരി എഴുതിയിട്ടുണ്ടാവും പച്ചവെള്ളം മാത്രം മതി എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അരിപ്പൊടി ഞാനിപ്പോൾ വാങ്ങിയ അരിപ്പൊടിൻ്റെ പാക്കറ്റിന് 90 രൂപയാണ് 1 kgൻ്റെ കേട്ടോ. പല ബ്രാൻഡിൻ്റെയും വിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്, ഇഷ്ടപ്പെട്ട സംഭവം ഇതേമാതിരത്തെ അരിപ്പൊടി വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിതിപ്പോൾ കുഴച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല, പാലിലാണ് കേട്ടോ. ഈ ബട്ടർ പത്തിരി നമുക്ക് പാലിൽ കുഴച്ചെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പച്ചവെള്ളത്തിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഈ പാലെന്ന് പറഞ്ഞാൽ തണുത്ത പാൽ തന്നെയാണ്. ഞാൻ പിന്നെ ചൂടാക്കി വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിത് കുഴച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ എനിക്കിത് ടോട്ടൽ 4 കപ്പ് പൊടി ഉണ്ടല്ലോ, അതിന് വേണ്ടി വന്നിട്ടുള്ളത് 3.5 കപ്പോളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ടേബിളിൻ്റെ ടോപ്പിലോ കൗണ്ടർ ടോപ്പിലോ ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കുക. മയത്തിൽ കുഴച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് പിന്നെ പ്രസ് ചെയ്യൊന്നും വേണ്ട, നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേമാതിരി കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെള്ളം നമുക്ക് കുഴച്ച് എടുക്കാൻ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ കുഴക്കണം. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിക്കാണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ സംഭവം കഴിയും. ഇത് എത്ര നേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ പൊടി അതേമാതിരി അത്ര തന്നെ സോഫ്റ്റായിട്ട് ഇരിക്കണുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ പൊടി കൊണ്ട് കുഴച്ച് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിതാ മാവ് 4 ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ചപ്പാത്തിൻ്റെ ബോൾ ഉണ്ടാക്കില്ല, ആ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമുക്ക് മാവ് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത്. ചെറിയ നൈസ് പത്തിരിൻ്റെ രൂപത്തിൽ എടുക്കരുത്. നമ്മൾ വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോളാക്കി എടുക്കുമല്ലോ, ആ ഒരു വലുപ്പത്തിലാണ് ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 4 കപ്പ് പൊടി കൊണ്ട് 20 പത്തിരി ഉണ്ടാക്കാനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യം വേണ്ടിയിരുന്നു. ഞങ്ങൾക്ക് രാത്രിക്കത്തേക്ക് നമുക്ക് ഡിന്നറിനായിട്ടോ പിന്നെ അതേമാതിരി ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് ചുടുവെള്ളത്തിലോ അങ്ങനെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യില്ല. അപ്പോൾ ഞാനിതാ എല്ലാതും ഇതേമാതിരി ബോളാക്കിയിട്ട് എടുക്കട്ടെ. ഇത് നമുക്ക് പത്തിരി പ്രസ്സിൽ വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായി പത്തിരി പരത്തിയിട്ടിട്ടോ. നമ്മളിങ്ങനത്തെ പത്തിരി പലകമ്മൽ പ്രസ്സുമ്മൽ ഇങ്ങനെ ആക്കിയിട്ട് പത്തിരി ചുട്ടെടുക്കലല്ലേ പതിവ്. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പരത്തിയെടുക്കാമെന്നല്ലാതെ പരത്തിയെടുക്കില്ല. അപ്പോൾ എനിക്കത് ആഗ്രഹം പത്തിരി പരത്താനിട്ടോ. അപ്പോൾ അതേമാതിരി ഞാനൊന്ന് പലകമ്മൽ പരത്തിയെടുക്കട്ടോ എല്ലതും. അപ്പോൾ നമ്മളത് പരത്തുമ്പോൾ ടേബിളിൻ്റെ മേലെ വെച്ചതുകൊണ്ട് 4 ഭാഗത്തേക്കും നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നീങ്ങി പോവാതിരിക്കാൻ നമുക്ക് അടിയിലൊരു തുണി വിരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പ്രസ്സായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ, നമ്മൾ നീങ്ങി പോകുന്നില്ല. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കേണ്ടത് വലിയൊരു ചപ്പാത്തിൻ്റെ വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കും വേണം. ഒരുപാട് നാളുകൾക്ക് ശേഷം പരത്തിയത് കൊണ്ടാണെന്ന് അറിയില്ല, ഫസ്റ്റൊക്കെ പരത്തിയ ചപ്പാത്തിൻ്റെ ഷേപ്പിൽ കുറച്ചൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. നല്ല റൗണ്ടിൽ ചപ്പാത്തി പത്തിരി പരത്തുന്ന ആളെന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ശരിയായി വന്നിട്ടോ, നമ്മൾ വിചാരിച്ച ഇതിലൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അടിയിലൊരു തുണി വിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വിരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പത്തിരി പലക ഒരു ഭാഗത്തേക്കും പോകില്ല കേട്ടോ, അവിടെ തന്നെ നല്ല ഇതിൽ തന്നെ നിന്നോളും. ഇത് ഒരുപാട് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പരത്താൻ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ അതിപ്പോൾ പൊടി ഉണ്ടെന്ന് തന്നെ തോന്നൂല. ഒരു നുള്ളു പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതാ കണ്ട, അതിൻ്റെ ഇടയിൽ കൂടി പല ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ പേരക്കുട്ടി മിറാനുമാണ് കേട്ടോ. അവന് ഇതെന്തോ കളിക്കാനിട്ട സാധനമാണ് വെച്ചിട്ട് ടൈമൊന്ന് കയറി നിൽക്കാനൊക്കെ നോക്കിയതാണ്. എൻ്റെ അടുത്ത തന്നെ ആൾ പിന്നെ
ഞാനെന്താ ചെയ്യണത് നോക്കിക്കാണ്ട് എടുത്ത് തന്നെ നിന്നിട്ട് എല്ലാതും വലിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കലും വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. നല്ലോണം തവ ചൂടായതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ബട്ടറൊന്നും തേച്ചൊന്നും കൊടുക്കണ്ട. സാധാരണ നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ ചുടണമാതിരി തന്നെ തിരിച്ച് മറിച്ചിട്ടുകാണ്ട് ചുട്ടെടുക്കുക. ഇത് പൊള്ളിച്ച് വരികയൊക്കെ ചെയ്യും കേട്ടോ. നല്ലോണം പത്തിരി പൊള്ളിക്കണ മാതിരി തന്നെ പൊള്ളിച്ച് കിട്ടും രണ്ട് സൈഡും. നമ്മളിട്ട പാടന്നെ എന്താ പറയുക മറിച്ചിടരുത്. നമ്മൾ അതിൻ്റെ അടിയിൽ നിന്നൊരു പുക അങ്ങനെ വരുമല്ലോ, അത് കാണുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ സ്പീഡ് കൂട്ടിയതാട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോറയിക്കാറ്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇത് നല്ലോണം 2 പുറം വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ചുടണം അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കണേനും വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ശേഷം അതാ ഇതേമാതിരി ബട്ടർ തേച്ച് കൊടുക്കണം മേലെ, അത്രയേ ഉള്ളൂ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടായതുകൊണ്ട് ബട്ടർ മെൽറ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വലിയ കഷ്ണം വെച്ച് കണ്ട് തന്നെയാണ് ഇതിൻ്റെ മേലെ ഉരച്ചു കൊടുക്കുന്നത്. ഇത്രയും പണിയുള്ളൂ കേട്ടോ നമുക്ക് ബട്ടർ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ തിന്നും അടുത്തവർക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതേമാതിരി തന്നെ പരത്തി കൊടുക്കും. ഇതേമാതിരി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം വീർത്ത് വരും കേട്ടോ. പത്തിരി വീർക്കണമായിട്ട് തന്നെ ആയിട്ട് കിട്ടും നമുക്ക്. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. അതേമാതിരി ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. പിന്നെ വലിയ ചപ്പാത്തിൻ്റെ കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം വെച്ചിട്ട് നമുക്ക് ചുട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ പത്തിരിയും ഇതേമാതിരി തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ പിന്നെ എന്താ പറയുക, നമ്മളെ ബട്ടറൊക്കെ മെൽറ്റായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഇതേമാതിരത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിന് മേലെ തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കട്ടോ. വളരെ സിമ്പിളാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതേക്കാറ് നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കണം നല്ലൊരു കറിൻ്റെ റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പണികളൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക വെച്ചാൽ നല്ല പേസ്റ്റ് പരുവത്തിൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് ഇതിൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് കുഴഞ്ഞ് വരണം അതേമാതിരി ആക്കി ഇത്രയൊന്നും ആക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ചതക്കിയതാണ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. തക്കാളി ഇതേമാതിരി ഒന്ന് ഉടഞ്ഞ് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് പൊടികൾ ഇട്ട് കൊടുക്കാനൊന്നുമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ. നമ്മൾ ക്യാമറ ഓണാക്കാൻ മറന്നതാണ്, എന്താ അറിയില്ല, സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂണോളം ചിക്കൻ മസാല മസ്റ്റായിട്ട് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ആ മസാലകളൊക്കെ ഒന്ന് ചിക്കനിൽ വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട. 1-2 മിനിറ്റ് വഴറ്റുമ്പോഴത്തേന് തന്നെ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ട് കിട്ടും. ഇതിന് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്ത് സാധനത്തേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ
3/4 കപ്പ് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവി പറക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുക ചുടുവെള്ളം തന്നെയാണെന്നുള്ളത്. ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നാലേ നമ്മൾ ആ കറിക്ക് ആ ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കല്ലിപ്പൈക്കാരം വരൽ. എന്താ വെച്ചാൽ ചിക്കനൊക്കെ നമ്മൾ ചൂടാക്കിയെടുത്തല്ലേ, പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെയും പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ സോഫ്റ്റ്നെസ് ഒക്കെ കണ്ട് പോയിട്ട് ഒരു കല്ലും കഷ്ണം മാതിരി ഡബ്ബർ മാതിരിയൊക്കെ കഴിക്കാരം നമുക്ക് കിട്ടല് കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഒരു 15 മിനിറ്റോളം നമ്മൾ ചിക്കന് നല്ല ഫുള്ള് വെന്ത് കിട്ടണ വരെ തന്നെ നമ്മൾ വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തുക്കാണ്ട് ഇതേമാതിരി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതാ ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഊറി വരും. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ വെള്ളം വരില്ല കേട്ടോ, വറ്റി പോവുകയുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് 2 പ്രാവശ്യം ഇതേമാതിരി ഇളക്കി കൊടുത്ത് ആകുമ്പോഴത്തേന് ചിക്കന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ അതാ നല്ലോണം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു മുറി തേങ്ങൻ്റെ ഒരു പകുതി തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരിക്കലും ഇത് തിളക്കരുത്, ചൂടായാലും മാത്രം മതി. ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടോ. ഇത് തിളച്ച് ഒന്നും ചെയ്യണ്ട, ഇത്രയും മാത്രം മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ കൂടി കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി ഉണ്ടാക്കാനുള്ള പണി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ സംഭവത്തിനോടൊപ്പം നല്ല കോമ്പിനേഷനാണ്. ചോറുക്കും ചപ്പാത്തിക്കും അപ്പത്തിക്കും ഒക്കെ നല്ല ഇതാണ് കേട്ടോ. നെയ്ച്ചോറുക്കൊക്കെ സൂപ്പർ കോമ്പിനേഷനായിരിക്കും ഇതേമാതിരത്തെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നല്ല തിക്നെസ് ആയിട്ടുള്ള കറി തന്നെ കേട്ടോ നമുക്ക് കിട്ടല്, തിക്കായിട്ടുള്ള. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ബട്ടർ പത്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ടേബിൾ മേൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര നേരം കഴിഞ്ഞാലും അതേ സോഫ്റ്റിൽ തന്നെ ഇരിക്കും. നമ്മൾ കാസറോളിൽ അങ്ങനെ ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നല്ല തൂവാല പോലെ എത്ര മടക്കിയാലും അതേമാതിരി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക.